ഉക്ലൈസ് സബക്ക് 35. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأصحابنا لأحبابنا ولمن دفعنا بعلمه ولمن أعاننا في التعليم والتعليم ولمسنف هذا الكتاب لجميع المؤمنين والمؤمنات. ഇനി ഓതാനുള്ളത് നമ്മൾ ആദാ ഖുൽഫ് എന്ന് പറഞ്ഞു വെച്ചു അല്ലേ. യകൂനാനി അക്സറ മിൻ ബാഹ, ബാഹനേക്കാൾ അത് രണ്ടും അക്സറാവും. ആദാ ഖുൽഫുൻ, ഇത് വൈരുദ്ധ്യമാണ്. ഇത് വൈരുദ്ധ്യമാണ് എന്ന് പറയാൻ കാരണം എന്താ? ഒരു മുസല്ലസിലെ രണ്ട് നിലകൾ, മൂന്നാമത്തെ ആ രണ്ട് നിലകൾ അധികരിച്ചതായിരിക്കും മറ്റു മൂന്നാമത്തെ നിലയിനേക്കാൾ രണ്ടും കൂടി മജ്മൂ വലിയതായിരിക്കും നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഇപ്പൊ പറഞ്ഞെന്താ, അത് രണ്ടും കൂടി കൂടിയത് എന്താവും? ചെറിയതാവുന്നില്ല ഒന്നത്. അത് കുൽഫാണ്. രണ്ടും കൂടി അക്സറാവും മീൻ ബാഹനേക്കാൾ. അതാ കുൽഫ്. അടുത്തത്, അപ്പൊ ചുരുക്കത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചാലാണ്? ഇസ എന്ന് പറയുന്നത് ഹായിൽ സംഭവിച്ചാലാണ്. ഇനി അപ്പൊ മനസ്സിലായി ഹായിൽ സംഭവിക്കൂല. അപ്പൊ ഇസ വരക്കുന്ന ഇസ എവിടെ സംഭവിക്കണം? ആഹന്റെ ഇടയിലാണ് സംഭവിക്കുക. ആന്റെയും ഹാന്റെ ഇടയിലാണ് ഇസ സംഭവിക്കുക. നമ്മൾ കിതാബിൽ വരച്ചിക്കണം അങ്ങനെ തന്നെയല്ലേ. ആന്റെയും ഹാന്റെ ഇടയിൽ ഇസ വരച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സംഭവിക്കുള്ളൂ. ഇനി അടുത്ത പണി, സാദയെ നമ്മൾ ചേർത്തു, ചേർത്തു, സായും ബായും ചേർത്തു. കണ്ടില്ലേ? സായും ബായും ചേർത്തു. അപ്പൊ ഒരു മുസല്ലസ് ഉണ്ടായില്ലേ? ഏതാ മുസല്ലസ്? മുസല്ലസ് ഉണ്ടായി നടുവില്. അപ്പൊ ബാധ, അപ്പോൾ ബാധയാകുന്നത്, ബാധ എന്ന് പറഞ്ഞാൽ ബാധ സമാനം നമ്മൾ പറഞ്ഞു. ബാധ അതിന് ജമിയ ആസന്റെ ജമി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആസനോട് സമാണല്ലോ ബാധ. അപ്പൊ അതുകൊണ്ട് ബാധ സമാവണനോട് ഇത് ബായും ആസയും സമാവണല്ലോ. അപ്പൊ രണ്ടും ഇതിനുള്ള ഹുക്കും, ബാധന്റെ ഹുക്കും ആർക്ക്? ബാക്കും ആസ കണ്ടുകൂടി മജ്മൂനുണ്ടാവും. അപ്പൊ അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആസ എന്നത് അത്തുവലാണ്. എന്തിനേക്കാൾ? മിൻ ബാസ, ബാസയേക്കാൾ അത്തുവലാണ്. ബാസയേക്കാൾ അത്തുവലാണ്. ഏത് ബാധ? കാരണം എന്താ? ആ മുസല്ലസിലെ ബാസ എന്തിനേക്കാൾ? ബാസനേക്കാൾ അത്തുവലാണ്. എന്ത്? എന്താണ് ബാധ എന്ന് പറയുന്നത്? ബാസനേക്കാൾ നീണ്ടതാണ്. ഫസാബിയത്തു. എന്താ കാരണം? ബാസയേക്കാൾ അത്തുവലാന്ന് പറയാൻ കാരണം എന്താ? ഈ മുസല്ലസിലെ മുസല്ലസിലെ ബായും ആസയും ചേർന്ന് ബാസനേക്കാൾ എന്താണ് വലുതല്ല. രണ്ട് നിലയല്ലേ ഒരു മുസല്ലസിൽ? രണ്ട് നില കൂടിയാൽ മറ്റേനേക്കാൾ വലുതാണല്ലോ. ആ ബാസനേക്കാൾ വലുതാണ്. അങ്ങനത്തെ ആസനോട് സമാണ്, ബാധ സമാണ്. അപ്പോ ബാസനേക്കാൾ വലുതാണെങ്കിൽ ഈ ആസനോട് രണ്ട് നിലയോട് തുല്യമായ ബാധ, ആ ബാധനേക്കാളും ഏത്? ബാധ വലുതായിരിക്കും. ഇതിനേക്കാളും ബാധനേക്കാളും വലുതാണ്. അപ്പോ അതാണ്. അപ്പൊ ബാധയാവുന്നത് അതിന് ജമിയ ആസ. കാരണം ഈ ബാധയും പിന്നെ ആസ സമാണ്. കാരണം നമ്മള് ബാധ വലുതായതുകൊണ്ട് എത്ര കൂടുതലാണെന്ന് വെച്ചാൽ അത്ര വലുതാണ് നമ്മൾ ആസ മുറിച്ചെടുത്തത്. ആ ബായും ആസയും കൂടി കൂടിയാണ് ബാധനോട് തുല്യമായത്. അപ്പോൾ ബായും ആസയോട് കൂടിയതിനേക്കാൾ ചെറുതാണ് ഇത് ബാസ. അപ്പൊ ബാധനേക്കാളും ബാധ ചെറുതാവണം. അതാണ് പറയുന്നത്. അപ്പൊ ബാധ വലുതാവണം. അപ്പൊ ബാധ അതിന് ജമിയ ആസ അത്തുവലാണ് മീൻ ബാസ, ബാസയേക്കാൾ. അപ്പോ മൂത്തിറായ നില, പിന്നെ ഒരു നിലയുടെ മൂത്തിറായ സാവിയ നില, ഒരു മുസല്ലം നില വലുതാണെങ്കിൽ ആ മുത്തിറായ നിലവും വലുതായിരിക്കും എന്നല്ല നിയമം. ഫസാവിയത്തു ബാസാദ, ബാസാദ സാവിയ ആളമാണ്. ബാസാദ എന്താണ്? ബാസാദ എന്ന് പറയുന്നത് ഇതിന്റെ മൂത്തിറ, വലിയ ബാധന്റെ മൂത്തിറല്ലേ. ബാധ എന്നതിന്റെ മൂത്തിറായ സാവിയാണ് ബാസാദ. അപ്പൊ അത് വലുതാണ്. മീൻ സാവിയത്തി ബാസാദനേക്കാൾ വലുതാണ്. വലമ്മാക്കാന ബാധ മുസാവിയൻ ലി ജമീ ആസ. വലമ്മാക്കാന ബാധയായപ്പോൾ മുസാവിയൻ ലി ജമീ ആസ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആസനോട് ജമീയോട് സമാണ്. സമായപ്പോൾ പിന്നെ അവിടെ എന്തായി? ബാക്കിയ ജാത ബാക്കിയായി. മുസാവിയൻ ലി ജാസിനോട് സമായിട്ട് ജാസ ഉണ്ടില്ല. ജാസയും ജാഥയും സമം. എന്തുകൊണ്ട്?
ജാതയും ജാതിയും സമം. കാരണം എന്താ അറിയോ, നമ്മള് പിന്നെ ബ ആ ജ എന്ന് പറയുന്ന ഈ ബായും ആ ജയും കൂടിയത് എന്തിനോട് സമാണ്? ബാധ ദാജയോട് സമാണ്. നമ്മൾ തുടക്കം തന്നെ അതല്ല, അത് പിന്നെ ചെറുതായിരിക്കും. ബ ആ ജ എന്ന് പറയുന്ന ഇതിനേക്കാൾ, അതിന് മജ്മൂഇനേക്കാൾ അതിന്റെ അടിയിലുള്ള ബാധ ദാജ ചെറുതായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞത്. അല്ല, ചെറുതല്ലെങ്കിൽ ആ സങ്കല്പ പ്രകാരം പറഞ്ഞല്ലേ, ചെറുതല്ലെങ്കിൽ ഒന്നിക്ക് സമം അല്ലെങ്കിൽ വലുത്. ബാധാജ വലുത്, ബാധാദാജ എന്നുള്ള വലുത്, മജ്മൂ വലുതാണ്, മേലുള്ള ആജനേക്കാൾ വലുത് നമ്മൾ സങ്കല്പിക്കുന്നത്. അല്ലെങ്കിൽ സമം. രണ്ടായാലും ബാധയും ബാസയും സമമാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഏതാ? ബാക്കിയുള്ളത് ജാഥ. ഇത് ബാജയിലെ ബാക്കിയുള്ളത് ജാഥ, പിന്നെ ബാധ ജാഥയിലെ ബാക്കിയുള്ളത് ജാഥ, പിന്നെ എന്നതിന് ബാജയിൽ ബാക്കിയുള്ളത് ഏതാണ്? ബാസ കഴിഞ്ഞ ബാക്കിയുള്ളത് ജാസ. അപ്പൊ അത് രണ്ട് ബാക്കിയുള്ളത് സമമാകണം, അല്ലെങ്കിൽ അതുപോലാവണം. രണ്ടും സങ്കല്പമാണല്ലോ. ഇത് രണ്ടും സമമാണെങ്കിൽ എന്താവും അറിയാം? ബാക്കിയ ജാഥ ബാക്കിയാവും. മുസാബിയല്ലി ജാഥനും സമമായിട്ട് ബാക്കിയാകും. ഔ അതുപോലെ മിന്നു, അല്ലെ അതിനേക്കാൾ ഈ അടിയിലുള്ളത് പിന്നെ വലുതായപ്പോ അതിന്റെ ഭാഗമായി ജാഥ വലുതായിരിക്കും. ജാഥ വലുതാവണം. മിൻഹു അതിനേക്കാൾ ജാസിയേക്കാൾ. രണ്ടാമത് ഫസാവിയത്തു ജാസാദ. അപ്പോൾ ജാസാദ സാവിയ, ജാസാദ സാവിയ. മുസാവിയത്തുൽ സാവിയത്ത് ജാദാസ. ജാസാദ എന്തിനോട് തുല്യമാകും? മുസാവിയത്തിന്റെ സാവിയത്ത് ജാദാസ, ജാദാസിനോട്. കാരണം എന്താ? ഇത് രണ്ടും ഒരു മുസല്ലസിലെ രണ്ട് നിലകൾ സമമാണെങ്കിൽ അതിന്റെ പിന്നെ ആ ഇതിന്മേലുണ്ടാവുന്ന കായ്മേലുണ്ടാവുന്ന രണ്ട് ദാവികളും സമായിരിക്കുന്നല്ലോ. കാവ്യന്റെ മുകളിലുള്ളത്, കായത്തിന്റെ മുകളിലുള്ള രണ്ട് ദാവിയും സമാവല്ലോ. അപ്പൊ ആ രണ്ട് ദാവികളാണ് ഇപ്പൊ ഇത്. രണ്ട് നിലവും സമാനം നമ്മൾ പറഞ്ഞു. ഏത് രണ്ട് സമാണ്? ജാഥയും ജാസയും സമാണെങ്കിൽ അതിന്റെ ആ കായ്മേൽ പിന്നെ ഉണ്ടാവുന്ന ഏതാണ്? ദാവിയാണത്. കായ്മേലുണ്ടായ ദാവിയാണ് ഇപ്പൊ ഏത് പറഞ്ഞത്? കായതിലുണ്ടായ ദാവിയാണ് ജായും ദായും. അതിനും സമാണ്. അതിനാണ് എന്ത് പറഞ്ഞത്? മുസാവിയത്തിൽ ജാദാസ. അല്ലെ സമം അല്ലെങ്കിൽ അയലവും. അടിയുള്ള പിന്നെ വലുതാണെന്ന് കേൾപ്പിക്കണ അയലമായിരിക്കും. അപ്പൊ ഏതാ വലുത്? ജാസാദ വലുതാകണം. കാരണം ഇപ്പോഴത്തെ നമ്മൾ അടിയുള്ള എന്താണ്? വലുതാ സങ്കല്പിച്ചാണെങ്കിൽ ഞാൻ മുത്തരായ സാവിയല്ലേ, ഈ നില മുത്തരായ സാവിയാണ് അത് ജാസാദ. അപ്പൊ അത് വലുതാവണം. രണ്ടാമതൊന്ന് മിൻഹ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ജാദാസിനേക്കാൾ. ചുരുക്കത്തിൽ ജമിയു സാവിയത്ത് ബാസാജ. അപ്പൊ ബാസാജ സാവിയ മൊത്തം ബാസാജ കണ്ടില്ലേ? ബാസാജ വലിയത് അസാവിയ അയലമു അത് വലുതാണ്. മിൻ ജമീ സാവിയത്തൈ ബാദ ദാജ. ഏതൊക്കെ സാവിയകള്? ബാദ ദാജ. സാവിയ 3 പേരല്ലേ? ബാദാസ കണ്ടില്ലേ? ബാദാസ മുകളിലേക്ക്. പിന്നെ ജാദാസ് ഉണ്ട്. ജാദാസിന്റെ അപ്പുറത്ത് ഇടത്തുകളില് ജാദാസിന്റെ അടിയിലേക്ക്. അല്ലത്തേന് അത് രണ്ടും അതും അത് രണ്ടും വലിയതാണ്. ഇനി കായ്മത്തേന് രണ്ട് കായ്മനേക്കാൾ വലുതാണ്. കാരണം എന്താണ്? ഈ ഒരു പുസ്തകമകത്ത് മറ്റു പുസ്തകമകത്ത് നിൽക്കുമ്പോൾ തന്നെ രണ്ട് കായ്മുണ്ടാവും, കായ്മത്തേനുണ്ടാവും. ഇതിപ്പോ എന്താണ്? അതിനേക്കാളും കൂടുതലല്ലേ? നമ്മള് ബ എന്ന് പറയുന്ന പുസ്തകം മത്തമില് സാധ എന്ന് പറഞ്ഞ കത്ത് നിന്നപ്പോൾ അവിടെ രണ്ട് കായ്മുണ്ടായി. പിന്നെ ആ രണ്ട് ദാവിയും കൂടിയാൽ തന്നെ എന്തായി? കായ്മത്തേനിയായി. പിന്നെ അതിന് പുറമെയാണ് പഠിക്കുള്ളത് എന്ത്? ജാവിയ കൂടുതലാണ്. അപ്പൊ കായ്മത്തേനേക്കാൾ കൂടുതലാണ്. അങ്ങനത്തെ കായ്മത്തിനേക്കാൾ കൂടുതലായ ഈ രണ്ട് ജാവിയ ഉണ്ടല്ലോ, ആ ജാവിയ ആ മജ്മൂവിനേക്കാളും അയലമാണ് ഇത് മുകളിലുള്ള ബാസാജ. അതെങ്ങനെ അയലമാവോ? കായ്മത്തേനേക്കാൾ അയലമായ ഒരു ജാവിയ ഒരിക്കലും എന്താവൂല, കായ്മത്തേനേക്കാൾ അയലമാവൂല. കാരണം എന്താണ്? കായ്മ 3-4 കോലത്തിലല്ലേ? ജാവിയ എന്തെങ്കിലും കായ്മ 90 ഡിഗ്രി, അല്ലെങ്കിൽ ഹാദ 90 ഡിഗ്രി താഴെ 45 ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ മുഫരിജ എന്നാൽ എത്രയാണ്? ഏതുവരെ? പിന്നെ 90-നേക്കാൾ കൂടുതൽ 150 പോവില്ലല്ലോ. അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെ 150 ആയാൽ പിന്നെ എന്താ അവിടെ? ഏതില്ല? ജാവിയ ഇല്ലല്ലോ, 150 എത്തൂല. അപ്പൊ കായ്മത്തേനി ആവൂല. അപ്പൊ മുഫരിജ ഒരിക്കലും കായ്മത്തേനി ആവൂല. അപ്പൊ അവിടെ മുഫരിജായിട്ടുള്ള ജാവിയപ്പോഴല്ലേ ഏത്? ജാസാബ എന്നത്. അത് എന്തിനേക്കാൾ? കായ്മത്തേനേക്കാൾ വലുതായ ഈ രണ്ട് ജാവിയന് മജ്മൂവിനേക്കാൾ വലുതാകും എന്ന് വരും. ഹാദാ ഹുൽഫുൻ, ഇത് ഹുൽഫാണ്, ഇത് വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യവും എന്തുകൊണ്ട് വന്നതാണ്? നമ്മുടെ ബാധാജ എന്ന് പറയുന്ന രണ്ട് നിലകൾ, അതിന്റെ മുകളിലുള്ള ബാജ എന്ന രണ്ട് നിലയിനേക്കാൾ അതിന്റെ മജ്മൂവിനേക്കാൾ ചെറുതാണ് എന്ന് പറയാത്തത് കൊണ്ട് വന്നതാണ് അതൊക്കെ. അപ്പൊ ചെറുതാണ് എന്നത് സ്ഥിരപ്പെട്ടു. സമമായാലും പറ്റൂല, അതിനേക്കാൾ കൂടുതലായാലും പറ്റൂല എന്നാണ് ഇപ്പൊ സ്ഥിരപ്പെട്ടത്.
അതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞപ്പോൾ എന്താണ് ഈ സ എന്ന് പറയുന്നത് ഹായ് സംഭവിക്കുകയില്ല. ഹായ് സംഭവിച്ചാലുള്ള വിഷയം മുമ്പ് പറഞ്ഞത്. അപ്പൊ സ എവിടെ സംഭവിക്കണം? ആന്റെയും ഹാന്റെയും ഇടയിൽ സംഭവിക്കണം. ഇവിടെ സംഭവിക്കണം. ഇവിടെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്തു? ജാനെ ദായിലേക്ക് ചേർത്തി. അതുപോലെ ജാൻ ബായിലേക്ക് ചേർത്തി. അപ്പോൾ ഇവിടെ മുസല്ലസ് ഉണ്ടായി. ഞാൻ മുസല്ലസ് ബാസാദ മുസല്ലസ് ഉണ്ടായി. ഇതിലെ ഈ പിന്നെ ബാസ എന്ന് പറയുന്നത് ബാ ആദ, ഈ രണ്ട് നിലയിന്റെ മജുമുവിനേക്കാൾ ചെറുതാണല്ലോ ബാസ. കാരണം ഒരു മുസല്ലസിലെ രണ്ട് നിലയിൽ കൂടിയാൽ മൂന്നാമത്തേനേക്കാൾ വലുതായിരിക്കും എന്നല്ലേ, മൂന്നാമത്തെ ചെറുതായിരിക്കും. അപ്പൊ ബാധ ചെറുതാണ്. അപ്പൊ ബാധ ഈ ബാധനേക്കാൾ ചെറുതാന്ന് കിട്ടി. കാരണം എന്താ? ഈ ബാധ എന്ന് പറയുന്നതും ബാ ആസ രണ്ടും സമാണെന്നല്ലേ. രണ്ട് മജ്മൂ കൂടി ബാധയുടെ സമാണ്. രണ്ട് മജ്മൂവിനേക്കാൾ ചെറുതാണ് ഇത്, ഈ ബാധ ചെറുതാണ്. അപ്പൊ അത് ബാധനേക്കാളും ചെറുതാവണം. കാരണം ബാധ രണ്ട് മജ്മൂവിന് സമാണ്. ആ ബാധ ചെറുതാണ്, ബാധ വലുതാണ്. അപ്പൊ ഏത് വലുതാണ്? ഈ ജാവ്യ വലുതാന്ന് കിട്ടി. കാരണം വലിയതായ നിലയിന്റെ മൂത്തറായ ജാവ്യ വലുതായിരിക്കും. അപ്പൊ ജ വലുതാണ്, ജാവ്യ വലുതാണ്, ജാവ്യ ചെറുതാണ് എന്ന് വരും. അപ്പൊ ജാവ്യത്ത് ബാദാദ ആദവും ജാവ്യത്തി ബാദാസ എന്ന് വന്നു. പിന്നെ ബാധ എന്തിനോട് സമമാണ്? ഈ ബാസിനോട് സമല്ലേ. ബാസിനോട് സമമായ ബാക്കിയുള്ളത് ജാതയോട് സംസാവ്യമാണ്. അപ്പൊ ഇനി ഈ ഇതിന്റെ ബാക്കിയുള്ളതാ ബാധ ദാജ. ഇതില് ബാക്കിയുള്ളത് ദാജ. ഇതില് ബാജയില് ബാക്കിയുള്ള ഇവിടെ വെട്ടം കൂട്ടില്ലേ, ബാധ കൂട്ടിയല്ലോ. ഇത് ബാക്കിയുള്ളത് ജാസ. ഇത് രണ്ടും സമമാകണം. കാരണം എന്താ? ബാധ ഏതിനോട് സമമാണ്? ബാസിനോട് സമം. അപ്പൊ ഇതിൽ ബാക്കിയുള്ളത് എന്താണ്? ജാസ. അപ്പൊ നമ്മൾ രണ്ടും സമമാണ്. ഇത് ചെറുതാണ് നമ്മൾ പറഞ്ഞു. ചെറുതല്ലെങ്കിൽ രണ്ട് സാധ്യതകൾ. ഇതിലൂടെ ഇത് രണ്ടും കൂടി സമമാണ്, അല്ലെങ്കിൽ ഇത് വലുതാണ്. സമമാണെന്നുള്ള അടിസ്ഥാനത്തിൽ ഏത് ജാതയും ബാക്കിയുള്ളതാണ് സമമാണ്. അല്ലെങ്കിൽ ഇത് വലുതാണെന്നുള്ള അടിസ്ഥാനത്തിൽ ജാത വലുതാണ് ജാതനേക്കാൾ എന്ന് വന്നു. അപ്പോൾ എന്താവും? അപ്പോ പിന്നെ ഈ ജാസാദ ജാവിയ ഈ ജാവിയ എന്തിനോട് സമമാണ്? ജാവിയോട്. ഈ ജാവിയയും ഈ ജാവിയ രണ്ടും കൂടി മജ്മൂനോട് സമമാണ്. ബാധ ഏതിനോട് സാവിയാണ്? അപ്പൊ ബാക്കിയുള്ള എന്നിട്ട് പത്തുവലും ബിന്ദു മുസാവിൽ ജാസ ആ പത്തുവലും അത് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ സാവിയത്തു ജാസ മുസാവിയത്തുൽ സാവിയത്തി ജാദാസ. അത് വേണം. ജാദാസ ഉണ്ടല്ലോ, ജാദാസ ഇവിടെ ജാദാസ. അതെ, ഈ ജാദാസ ഈ മുസ്ലിം ഈ സാവിയും സമാണ്. കാരണം എന്താ? ഈ ജാസ നിലവും ജാദാ നിലവും സമാണ്. അപ്പോ ഒരു കായികന്മാരുണ്ടാവുന്ന ഒരു മുസല്ലസിന്റെ രണ്ട് പിന്നെ സാക്കുകൾ സമാണെങ്കിൽ ആ കായികങ്ങൾ ഉണ്ടാവുന്ന രണ്ട് സാവിയും സമാണെന്ന് നമ്മൾ പഠിച്ച്. അപ്പൊ ദായും ജായും സമമാണ്. ദായും ജായും സമാണെന്നായി. അപ്പോ അല്ലെങ്കിൽ എന്താണ്? അലമായിരിക്കും. കാരണം ഇത് ജാത ബാക്കിയുള്ള ജാത വലുതാണ്. മറ്റു രണ്ടാം സങ്കല്പം അനുസരിച്ച് ജാത വലുതല്ലേ. അപ്പൊ ഈ ജാവ്യ വലുതായി, ജ വലുതായിരിക്കും ദാനേക്കാൾ. സമാണെന്ന അടിസ്ഥാനത്തിലാണ് ഇത് രണ്ട് സമാണെന്ന അടിസ്ഥാനത്തിൽ രണ്ട് ജാവ്യയും സമമായിരിക്കും. ഏതായാലും ഇപ്പൊ ജമിയു ജാവ്യത്തി ബാസാജ ആലവും ഈ ജാവ്യത്തി ജമീ ജാവ്യത്തെ ബാധ ദാജ അല്ലത്തേനി ഉമ. അപ്പൊ ഇത് രണ്ട് ജമി. ഇപ്പൊ ജമിയു ജാവ്യത്തി ബാസാജ നമ്മൾ ഈ ബാസാജ എന്ന് പറഞ്ഞ ജാവ്യ ഇത് ഇതിനേക്കാൾ ഈ ജാവ്യനേക്കാൾ വലുതാണ്. എന്തുകൊണ്ട്? നമ്മൾ ഈ ദാനേക്കാളും വലുതാണ് ഇത് പറഞ്ഞല്ലോ. ജ വലുതാണ്. അപ്പൊ അതിലേക്ക് ഇത് കൂട്ടി, ഈ ജാസാദ കൂട്ടി, ഇത് കൂട്ടി. അപ്പോ ഇതിനൊരു സമായിരുന്നു. ജാദാജയും ഏതൊന്നും ജാസാദയും സമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സമായനേക്കാൾ ഇത് കൂട്ടി, വലുത് കൂട്ടി. വെളിയുള്ള വലുതാണല്ലോ, ബാസാദ വലുതാണ്, വലുത് കൂട്ടി. ഇത് ചെറുതാണ്, ബാദാസ ചെറുതോടെ കൂട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ചെറുതാവണം. ഇവിടെ ഈ ഇത് രണ്ടും സമയമില്ല, സമയത്തിലേക്ക് ഇത് കൂട്ടിയത് വലുതുമാണ്. അപ്പൊ വലുത് കൂട്ടിയാൽ മജ്മൂ വലുതാണ്, ഇത് ഈ മജ്മൂ ചെറുതുമാണ് എന്നാ വന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ എന്താ? രണ്ടും കായമത്തേനേക്കാൾ കൂടുതലാണ്. രണ്ടും കായമത്തേനേക്കാൾ കൂടുതലാണ്. കാരണം എന്താണെന്ന് അറിയാം? ഈ ബാഹ എന്ന് പറയുന്ന ഹത്തുമല് സാദ ഹത്ത് വന്നപ്പോ തന്നെ ഇവിടെ രണ്ട് കായമത്തേൻ ഉണ്ടായി. പുസ്തകം ഹത്ത് വന്നാൽ അപ്പുറപ്പുറം രണ്ടുകൂടി കൂടി എന്താ കായമത്തേനാവുമല്ലോ. പിന്നെ അതിന്റെ പുറമേ എളുപ്പത് ഈ അടികളെന്താ. അപ്പൊ ഇതും കൂടി കൂട്ടിയതാണ് എന്ത് പറഞ്ഞു? ഈ രണ്ട് കായമത്തേനേക്കാൾ കൂടുതലാണ്.
കായ്മത്തേനേക്കാൾ കൂടുതലായ ഈ സാവിയ, ഈ രണ്ട് സാവിയ കൂടിയത് ചെറുതാണ് എന്നേക്കാൾ ഈ ബാസാജനെ ഇത് വലുതാണ്. അത് കുൽഫാണ്. കാരണം ഇതൊരിക്കലും രണ്ട് കായ്മത്തേനെ ആവൂല. കാരണം ഇതൊരിക്കലും മുഫല്ല ഖാദ മുഫല്ല കായ്മ മൂന്നാലെന്നല്ലേ 90 ഡിഗ്രി 90 കുറഞ്ഞ 90 കൂടി മുഫല്ലാണ് 90 കൂടിയതാണ്. 90 കൂടിയ ഒരു ഒറ്റ ദാവിയ ഒരിക്കലും എന്താവൂല കായ്മത്തേനോട് സമാവൂല. കാരണം ഈ 90 കഴിഞ്ഞാൽ പിന്നാണ് പോയി 150ന്റെ മുമ്പായിട്ട് മുഫല്ല് കഴിയും. 150 ആയ പിന്നെ സാവി ഇല്ലല്ലോ അവിടെ. അപ്പൊ അത് ഒരിക്കലും കായ്മത്തേനെ ആവൂല. അപ്പൊ കായ്മത്തേനേക്കാൾ ചെറിയതായ ഈ ബാസാജ കായ്മത്തേനേക്കാൾ കൂടുതലായ ഈ രണ്ട് സാവിയേക്കാളും വലുതാണ്. അത് കുൽഫാണ്, വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യമൊക്കെ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ബാധാജ ബാധാജ എന്ന് പറഞ്ഞ രണ്ട് നിലവിന്റെ മജുമൂഹ് ഈ ബാ ആജ എന്ന നിലവിന്റെ മജുമൂഹിനേക്കാൾ ചെറുതാണ് എന്ന് സമ്മതിക്കാത്തോണ്ട് വന്നതാണ്. ചെറുതാണെന്ന് സമ്മതിക്കാത്തോണ്ട് ഒന്നിക്ക് സമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് വലുതാന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന വൈരുദ്ധ്യമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ദേവ സുഹൃത്താണ്.